ഇനി കുട്ടികൾ മാസായി ക്ലാസ്സിലേക്ക്. അറ്റ്ലസ് ഫാഷൻ. നിലമ്പൂരിലെ രൂക്ഷമായ ഗതാഗതക്കുരുക്കിന് പരിഹാരമാകുന്ന നിലമ്പൂർ ബൈപ്പാസിന്റെ ഒന്നാംഘട്ട നിർമ്മാണത്തിന് ടെൻഡറായി. UDF സർക്കാർ ഭരണം ഏറ്റെടുത്ത് 14ാമത്തെ ദിവസമാണ് ആര്യാടൻ ഷൗക്കത്ത് MLAയുടെ നിരന്തര ഇടപെടലിന്റെ ഫലമായി ബൈപ്പാസിന് ടെൻഡറായത്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീറിനെ നേരിൽ കണ്ട് ഷൗക്കത്ത് നടത്തിയ ചർച്ചയാണ് ബൈപ്പാസിന്റെ ടെൻഡർ നടപടിയിൽ തീരുമാനമായത്. KNG റോഡിൽ OCK പടി മുതൽ പട്രാക്ക വരെയുള്ള ഒന്നാം ഘട്ടത്തിലെ 2.5 കിലോമീറ്റർ റോഡ് നിർമ്മാണം, ജംഗ്ഷൻ നവീകരണം, ബസ് ബേ എന്നിവയടക്കം 27.79 കോടിക്കാണ് ടെൻഡറായത്. ജൂൺ 22-ന് ടെൻഡർ തുറക്കും. കരാർ ലഭിക്കുന്നവർക്ക് ഉടനടി നിർമ്മാണം ആരംഭിക്കാം. ബൈപ്പാസിനായി ഭൂമി വിട്ടു നൽകിയ മുഴുവൻ പേർക്കും നഷ്ടപരിഹാരം നൽകിക്കഴിഞ്ഞതോടെ ഒന്നാം ഘട്ട ബൈപ്പാസ് നിർമ്മാണം ആരംഭിക്കുന്ന മുറയ്ക്ക് തന്നെ രണ്ടാം ഘട്ടത്തിനും ടെൻഡർ നടപടികളാകും. 35 മീറ്റർ വീതിയിൽ ദേശീയപാത നിലവാരത്തിൽ 4 വരിപ്പാതയായിട്ടാണ് ബൈപ്പാസ് വരുന്നത്. റോഡിനോട് ചേർന്ന് നടപ്പാതയും സൈക്കിൾ ട്രാക്കും ഉണ്ടാകും. ഭൂവുടമകൾക്ക് നഷ്ടപരിഹാര വിതരണം പൂർത്തീകരിച്ച് ബൈപ്പാസ് വേഗത്തിൽ പൂർത്തീകരിക്കണമെന്ന് കഴിഞ്ഞ നിയമസഭയിൽ ആര്യാടൻ ഷൗക്കത്ത് MLA സബ്മിഷൻ ഉന്നയിച്ചിരുന്നു. മുഖ്യമന്ത്രി, ധനകാര്യമന്ത്രി, റവന്യൂ മന്ത്രി, പൊതുമരാമത്ത് മന്ത്രി, ധനകാര്യ സെക്രട്ടറി, പൊതുമരാമത്ത് സെക്രട്ടറി എന്നിവരെ നേരിൽ കണ്ട് നിലമ്പൂർ ബൈപ്പാസ് വേഗത്തിലാക്കേണ്ടതിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുകയും സാങ്കേതിക തടസ്സങ്ങൾ നീക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പൊതുമരാമത്ത് വകുപ്പ് ചീഫ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ഉന്നതതല യോഗവും ചേർന്നിരുന്നു. അന്തർ സംസ്ഥാന പാതയായ കോഴിക്കോട് നിലമ്പൂർ ഗൂഡല്ലൂർ പാതയിൽ നിലമ്പൂരിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ നിലമ്പൂർ ബൈപ്പാസിന് 2015-ൽ UDF സർക്കാർ ഭരണാനുമതി നൽകി നിർമ്മാണം ആരംഭിച്ചുവെങ്കിലും കഴിഞ്ഞ 9 വർഷമായി പാതിവഴിയിൽ ഉപേക്ഷിച്ച നിലയിലായിരുന്നു. കഴിഞ്ഞ മെയ് മാസത്തിൽ 227.18 കോടി രൂപയ്ക്ക് ഭരണാനുമതി ലഭിച്ച ആദ്യഘട്ടത്തിന് സാങ്കേതിക അനുമതിയുമായി. എന്നാൽ ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കാനായില്ല. ഭരണാനുമതിയിൽ ബൈപ്പാസിനുള്ള മുഴുവൻ സ്ഥലവും ഏറ്റെടുത്ത ശേഷമേ നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കാൻ പാടുള്ളൂ എന്ന വ്യവസ്ഥ പറഞ്ഞുള്ള നിലപാടാണ് ധനം വകുപ്പ് കൈക്കൊണ്ടത്. ഇതാണ് ടെൻഡർ വൈകാൻ കാരണം. മുഴുവൻ ഭൂവുടമകൾക്കും പണം ലഭിച്ചതോടെ ടെൻഡർ നടപടിയുമായി. KNG റോഡിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനായി OCK പടി മുതൽ വെളിയംതോട് വരെ 6 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് നിർദ്ദിഷ്ട നിലമ്പൂർ ബൈപ്പാസ്. പട്രാക്ക വരെയുള്ള ബൈപ്പാസിന്റെ ഒന്നാം ഘട്ടം പൂർത്തിയായാൽ തന്നെ നിലമ്പൂരിലെ രൂക്ഷമായ ഗതാഗതക്കുരുക്കിന് പരിഹാരമാകും. നിലമ്പൂർ നഗരത്തിന്റെ തിരക്കിൽ പ്രവേശിക്കാതെ KNG റോഡിൽ നിന്നും ബൈപ്പാസ് വഴി ചക്കാലക്കുത്തിലൂടെ പൂക്കോട്ടുംപാടം, കാളികാവ്, ചുങ്കത്ര, എടക്കര ഭാഗങ്ങളിലേക്ക് പോകാം. ഊട്ടിയിലേക്കും മൈസൂരിലേക്കുമുള്ള വിനോദസഞ്ചാരികൾക്കും പാത അനുഗ്രഹമാകും. 3 പതിറ്റാണ്ടായുള്ള നിലമ്പൂരിന്റെ കാത്തിരിപ്പാണ് ഇതോടെ യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. A+ വിഷൻ, നിലമ്പൂർ. അറ്റ്ലസ് സന്ദർശിക്കുന്ന എല്ലാ സ്കൂൾ കുട്ടികൾക്കും 12 സ്കെച്ച് പെൻ, പെൻസിൽ, കട്ടർ, എറേസർ എന്നിവ സമ്മാനം. അറ്റ്ലസ് ഒരുക്കുന്നു കുട്ടികൾക്കായി കിടിലൻ ഓഫറുകൾ. ക്ലാസ്സിൽ മാസാവാം. അറ്റ്ലസിനൊപ്പം സ്കൂൾ ബാഗുകൾ വാറന്റിയോട് കൂടി മാത്രം. സ്കൂൾ ബാഗുകൾ വാങ്ങുമ്പോൾ 3 കാമലിൻ നോട്ട്ബുക്ക് സൗജന്യം. 10 സ്കൂൾ കുട്ടികൾക്ക് നറുക്കെടുപ്പിലൂടെ 10 ടാറ്റ ന്യൂട്രോൺ സൈക്കിളുകൾ സമ്മാനമായി നേടാം. 10 നോട്ട്ബുക്കുകൾ വാങ്ങുമ്പോൾ 12 നോട്ട്ബുക്ക് സൗജന്യം. നിങ്ങൾക്ക് ലഭിക്കുന്നു 22 നോട്ട്ബുക്കുകൾ. 5 കാമലിൻ നോട്ട്ബുക്ക് വാങ്ങുമ്പോൾ 3 സൗജന്യം. നിങ്ങൾക്ക് ലഭിക്കുന്നു 8 നോട്ട്ബുക്കുകൾ. സ്കൂബി ഡേ ബാഗുകൾക്ക് 15% ഓഫർ. കൂടാതെ ഒരു ക്യാച്ച് ബോൾ സൗജന്യമായി നേടാം. നഴ്സറി ബാഗുകൾ 99 രൂപയ്ക്ക് സ്വന്തമാക്കാം. ബ്രാൻഡഡ് പെൻസിൽ ബോക്സ് പൗച്ച് 19 രൂപ മുതൽ. കുട്ടികളുടെ സിംഗിൾ ഫോൾഡ് കുടകൾ 99 രൂപയ്ക്ക്. 3 ഫോൾഡ് കുടകൾ 199 രൂപയ്ക്ക്. പോഞ്ചോ റെയിൻകോട്ടുകൾ 49 രൂപയ്ക്ക്. ബ്രാൻഡഡ് ക്വാളിറ്റി റെയിൻകോട്ടുകൾ 99 രൂപ മുതൽ. ഡോംസ് കളർ കാൻഡി പെൻസിൽ 10 പകുതി വിലയ്ക്ക്. കാമലിൻ ഇൻസ്ട്രുമെന്റ് ബോക്സ് 30% വിലക്കുറവിൽ സ്വന്തമാക്കാം. കൂടാതെ ഗേൾസ് ആൻഡ് ബോയ്സ് ട്രെൻഡി വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും. ഇനി കുട്ടികൾ മാസായി ക്ലാസ്സിലേക്ക്. അറ്റ്ലസ് ഫാഷൻ.